ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗാസയിൽ ഹമാസിനെ നശിപ്പിക്കുന്നത് തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. ഹമാസിന്റെ ടണലുകൾ തകർക്കും, ഗാസയെ നിരായുധീകരിക്കും, ഹമാസ് അംഗങ്ങളെ ഇല്ലാതാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഞ്ഞവരയ്ക്ക് ഉള്ളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം ഹമാസിനെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഗാസയെ സൈനിക വിമുക്തമാക്കുക എന്നതും ലക്ഷ്യമാണ്. ഗാസയിലെ ഇസ്രായേലിന്റെ നയം വ്യക്തമാണ്. ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മഞ്ഞമേഖലയിൽ തുരങ്കങ്ങൾ നശിപ്പിക്കാനും ഹമാസിനെ ഇല്ലാതാക്കാനും IDF യാതൊരു പരിമിതികളുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. വെടിനിർത്തൽ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഹമാസ് അംഗങ്ങൾക്ക് സുരക്ഷിതമായ കടന്നുപോകൽ അനുവദിക്കാൻ US ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ അവരെ സുരക്ഷിതമായി കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. സുഡാനിൽ ആഭ്യന്തര കലാപം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുന്നതായി റിപ്പോർട്ട്. വടക്കൻ കോർഡോഫൻ പ്രവിശ്യയിലെ എൽ ഉബൈദിൽ അർദ്ധസൈനിക വിഭാഗമായ RSF 40 പേരെ വധിച്ചെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഭക്ഷണവും വെള്ളവുമില്ലാതെ ജനം അതിരൂക്ഷമായ പ്രതിസന്ധി നേരിടുമ്പോഴാണ് RSF ഡ്രോൺ ആക്രമണം നടത്തി സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നത്. കോർഡോഫൻ പ്രവിശ്യയിൽ നിന്നും ദിവസങ്ങളായി സാഹചര്യം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് UN വ്യക്തമാക്കി. കോർഡോഫൻ, ദാർഫൂർ മേഖലകളാണ് ഏതാനും മാസങ്ങളായി സംഘർഷത്തിന്റെ പ്രഭവ കേന്ദ്രം. ദാർഫൂറിലെ സൈനിക കേന്ദ്രം RSF പിടിച്ചെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം വടക്കൻ കോർഡോഫനിലെ ബാര പട്ടണത്തിൽ RSF 9 സ്ത്രീകൾ ഉൾപ്പെടെ 47 പേരെ വധിച്ചു. 2 വർഷമായി സുഡാനിൽ സർക്കാർ സേനയും RSFും തമ്മിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഏകദേശം 1,20,00,000-ഓളം ആളുകൾ അഭയാർത്ഥികളായി മാറിയതായും റിപ്പോർട്ടുകളുണ്ട്. സുഡാനിലെ ഡാർഫർ മേഖലയിലെ എൽ ഷാഫർ അർദ്ധസൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പിടിച്ചെടുക്കുകയും അക്രമങ്ങൾ നടത്തുകയും ചെയ്തതിനു ശേഷം ശവസംസ്കാരം നടത്തിയതായി വ്യക്തമാക്കി ഉപഗ്രഹ ചിത്രങ്ങൾ. നഗരത്തിലുണ്ടായ ആക്രമണങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ് ഇത്. മാസ്കർ ടെക്നോളജീസ് എന്നറിയപ്പെടുന്ന കൊളറാഡോ ആസ്ഥാനമായുള്ള ഇമേജിംഗ് സ്ഥാപനമായ വാൻഡർ പകർത്തിയ എൽ ഷാഫറിന്റെ ചിത്രങ്ങൾ യേൽ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ റിസർച്ച് ലാബാണ് വിശകലനം ചെയ്തത്. ഇതുപ്രകാരം നഗരത്തിലെ 2 സ്ഥലങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങൾ കുഴിച്ച് പിന്നീട് മൂടുന്നതായി വ്യക്തമാക്കുന്നു. അതിലൊന്ന് സൗദി ആശുപത്രിയുടെ വടക്കുള്ള ഒരു പള്ളിയിലാണ്. ഇവിടെ 460 പേർ കൊല്ലപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മറ്റൊന്ന് മുൻപ് കുട്ടികളുടെ ആശുപത്രിയായിരുന്നിടത്താണ്. ഇവിടെ RSF ജയിലായി ഉപയോഗിച്ചിരുന്ന ഇടമാണെന്ന് ഗവേഷകർ പറയുന്നു. ഒരു കുഴിമാടത്തിന്റെ വലിപ്പം നോക്കി എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാമെന്ന് പറയാൻ കഴിയില്ല. കാരണം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നവർ പലപ്പോഴും മൃതദേഹങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെക്കാറുണ്ട് എന്നും ഗവേഷകർ പറയുന്നു. സുഡാനിൽ തുടരുന്ന അക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അമേരിക്കൻ സർക്കാരിന്റെ അടച്ചുപൂട്ടൽ തുടർന്നാൽ രാജ്യത്തെ 40 പ്രധാന വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ 10% വരെ കുറയ്ക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി ഗതാഗത സെക്രട്ടറി ഷോൺ ഡഫി. എയർ ട്രാഫിക് കൺട്രോളർമാർക്കിടയിലെ ക്ഷീണവും അവധിയെടുക്കലും വർദ്ധിച്ചതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം. അതേസമയം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വ്യോമയാന സംവിധാനം നിലനിർത്താൻ ഈ നടപടി അനിവാര്യമാണ് എന്ന് FAA മേധാവി ബ്രയാൻ ബഡ്ഫോർഡ് അറിയിച്ചു. സർക്കാർ അടച്ചുപൂട്ടൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതായി മാറിയതോടെ അത്യാവശ്യ ജീവനക്കാരായ എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. ശമ്പളം മുടങ്ങിയതോടെ പലരും ജോലിക്ക് വരാതിരിക്കുകയോ മറ്റുള്ള ജോലികൾ തേടുകയോ ചെയ്തു. വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കുന്നത് ഇപ്പോൾ 4% തുടങ്ങിയിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ ഇത് 10% വരെയാകുമെന്നാണ് സൂചന. ഇത് 3,500 മുതൽ 4,000 വരെ വിമാന സർവീസുകളെ ദിവസേന ബാധിച്ചേക്കും. അതേസമയം എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് കാറിൽ പെട്രോൾ അടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണ് എന്നും അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്നും തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു. അടച്ചുപൂട്ടൽ തുടർന്നാൽ വ്യോമയാന രംഗത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്ന് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകി. ഈ വർഷം ഫിലിപ്പീൻസിനെ ബാധിച്ച ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റുകളിലൊന്നായ കൽമേഗി വരുത്തിയ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 114 ഉയർന്നു. ഈ സാഹചര്യത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ അറിയിച്ചു. അതേസമയം വെള്ളപ്പൊക്കത്തിൽ 100 കണക്കിന് ആളുകളെ കാണാതായി. ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സെബു ദ്വീപിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത്. ഇവിടെ മാത്രം 71 പേർ മരിച്ചു. വെള്ളം പെട്ടെന്ന് ഉയർന്നതിനാൽ ഭൂരിഭാഗം മരണങ്ങളും മുങ്ങി മരണങ്ങളാണ്. ദ്വീപുകളിലെ വീടുകൾ തകരുകയും ചെളി കൊണ്ട് നിറയുകയും ചെയ്തതോടെ
4 ലക്ഷത്തിലധികം ആളുകൾക്ക് വീട് വിട്ട് പോകേണ്ടി വന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോയ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് 6 പേർ മരിച്ചതും മരണസംഖ്യ വർദ്ധിപ്പിച്ചു. അപ്രതീക്ഷിതമായ ഈ വെള്ളപ്പൊക്കം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തത്ര നാശമാണ് വരുത്തിയത് എന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ പറയുന്നു. പ്രകൃതി ദുരന്തങ്ങൾ പതിവായ ഫിലിപ്പീൻസിനെ ഈ വർഷം ബാധിക്കുന്ന 20ാമത്തെ ചുഴലിക്കാറ്റാണ് കൽമേഘി. നിലവിൽ ഫിലിപ്പീൻസ് വിട്ട ഈ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തിപ്പെട്ട് വിയറ്റ്നാമിനെയും തായ്ലൻഡിനെയും ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപകമായ താരിഫ് നയങ്ങളെ സുപ്രീം കോടതിയിൽ നടന്ന വാദം കേൾക്കലിൽ ഭൂരിപക്ഷം ജസ്റ്റിസുമാരും സംശയത്തോടെ ചോദ്യം ചെയ്തു. രാജ്യത്തിന്റെ നിർമ്മാണ അടിത്തറയും വ്യാപാര കമ്മി കുറയ്ക്കലും ലക്ഷ്യമിട്ടുള്ള ഈ താരിഫ് ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നതാണ് കേസിന്റെ പ്രധാന വിഷയം. അതേസമയം ട്രംപ് നിയമിച്ച ജസ്റ്റിസുമാർ ഉൾപ്പെടെ പലരും താരിഫ് ഏർപ്പെടുത്താൻ വൈറ്റ് ഹൌസ് നൽകിയ ന്യായീകരണത്തിൽ തങ്ങൾക്ക് സംശയമുണ്ടെന്ന് അറിയിച്ചു. താരിഫ് ഏർപ്പെടുത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന 1977 നിയമത്തെ കേന്ദ്രീകരിച്ചാണ് വാദം നടന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ വ്യാപാരം നിയന്ത്രിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണിത്. എന്നാൽ ഒരു നികുതിക്ക് തുല്യമായ താരിഫ് ഏർപ്പെടുത്തുന്നത് നിയമം ലംഘിക്കുന്നതിന് തുല്യമാണ് എന്ന കേസുമായി മുന്നോട്ട് വന്ന ചെറിയ വ്യവസായ സ്ഥാപനങ്ങളും സംസ്ഥാനങ്ങളും വാദിച്ചു. എന്നാൽ താരിഫ് ഏർപ്പെടുത്താനുള്ള പ്രസിഡന്റിന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്നത് പ്രസിഡന്റിന്റെ അധികാരം വർദ്ധിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾക്കുള്ള ആദ്യത്തെ വലിയ വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം ഈ കേസിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടാൽ ഇതുവരെ പിടിച്ചെടുത്ത കണക്കില്ലാത്ത ബില്യൺ ഡോളറുകൾ തിരികെ നൽകേണ്ടി വരും. ട്രംപിന്റെ താരിഫ് അധികാരങ്ങൾ നിയമവിരുദ്ധമാണെന്ന് വിധിച്ചാൽ അത് രാജ്യത്തിന് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭരണകൂടത്തിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലും മുന്നറിയിപ്പ് നൽകി. എന്നാൽ താരിഫ് എന്നത് ഒരുതരം നികുതിയാണ് എന്ന വാദമാണ് ജസ്റ്റിസുമാർക്കിടയിൽ സംശയമുണ്ടാക്കിയത്.